ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പാർവതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പാർവതി പ്രിയനോട് പറയുന്നുണ്ട്, പ്രിയൻ്റെ കൂട്ടുകാരൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് പൈസ എടുത്ത് തരാൻ രീതിയിലാണ് പ്രിയൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. ബാങ്ക് മാനേജർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രിയൻ പറഞ്ഞിട്ട് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ കിട്ടാമെങ്കിൽ നല്ലതായിരുന്നു സർ. ശരി, ഞാൻ എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാം എന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട, പാർവതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. അതെന്താ പാർവതിയുടെ അക്കൗണ്ടിലേക്ക്? അല്ല, നിങ്ങളല്ലേ ഈ ആധാരം കൊണ്ടു, അപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറയുമ്പോൾ, അല്ല, പാർവതിക്ക് വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അപ്പോൾ അവളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അത് ഞങ്ങളുടെ വാശിയും കൂടിയാണ് സർ. ശരി, നിങ്ങളോട് നിൽക്കൂ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജർ അകത്തേക്ക് കയറി പോവാട്ടോ. ബാങ്ക് മാനേജർ അകത്ത് കയറി പോകുമ്പോഴേക്കും പ്രിയനോട് പാർവതി പറയുന്നുണ്ട്, അയാൾ പോകുന്നത് എന്തെങ്കിലും പ്രശ്നം പറയാനായിട്ടായിരിക്കോ, ഇനി തിരിച്ചു വന്നിട്ട് ലോൺ എങ്ങാനും തരില്ല എന്നെങ്ങാനും പറയോ എന്ന് ചോദിക്കുകയാണ്. പ്രിയം പറയുന്നുണ്ട്, ലോൺ തരില്ല എന്ന് പറയാനായിട്ട് നമ്മളൊരു കുഴപ്പമൊന്നും കാണിച്ചില്ലല്ലോ, ആധാരം കൊടുത്തു, അതിനനുസരിച്ചുള്ള പൈസ ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്തോ എനിക്ക് ടെൻഷൻ പോലെ ആവുന്നു, അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ പേടി പോലെ ആവുന്നു. അതൊന്നും കുഴപ്പമില്ല പാർവതി, ഇന്ന് തന്നെ പൈസ കിട്ടും, ഇന്ന് തന്നെ നിനക്ക് നാട്ടിലേക്ക് പോവാം, പൈസ ആ രുദ്രപ്രതാപിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആധാരം തിരിച്ചെടുപ്പിക്കാം എന്നൊക്കെ പ്രിയൻ പാർവതി അടുത്ത് പറയാട്ടോ. അതേസമയം കാർത്തിക് ആണെന്നുണ്ടെങ്കിൽ ആ സ്വർണം മുഴുവൻ ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ബാങ്കിലെ ആള് അത് ഉരച്ചൊക്കെ നോക്കുന്നുണ്ട്. അതെ, അത് തനി സ്വർണം തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ ചോദിക്കേണ്ടല്ല, എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം, ഇത് എവിടെ നിന്ന് കിട്ടിയ സ്വർണ്ണമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക് പറയേണ്ടത്, എൻ്റെ പെങ്ങളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ച സ്വർണം തന്നെയാണ്, അവളുടെ വിവാഹം മുടങ്ങിപ്പോയി, ഇപ്പൊ വീട്ടിൽ ഒരു ആവശ്യമുണ്ട്, വീടിന്റെ ആധാരം ഇപ്പോൾ ജപ്തിയാവാൻ പോവാണ്, അപ്പൊ അതിനു വേണ്ടി ഇത് എടുക്കാന്ന് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും എല്ലാം വേണം, എല്ലാ രേഖകളും വേണം എന്നൊക്കെ പറയാണ്. അങ്ങനെ കാർത്തിക് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപ മതി, ബാക്കിയുള്ള സ്വർണ്ണം ലോക്കറിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയാണ് കാർത്തിക്. ശരി, എങ്കിൽ ലോക്കറിൽ ബാക്കി സ്വർണം വെക്കാം, എന്നിട്ട് പണയം വെക്കേണ്ട സ്വർണം പണയം വെച്ചിട്ട് ആ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 10 ലക്ഷം രൂപ കാർത്തികിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, അതെ, ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാർവതിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാർത്തിക് ബാങ്കിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ബാങ്കിലെ ആൾക്കാർ പാർവതിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ 10 ലക്ഷം രൂപ ഇടുന്നത് കേട്ടോ. അതേസമയം ബാങ്ക് മാനേജർ ആണെങ്കിൽ ഈ ആധാരവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും പ്രിയന്റെയും പാർവതിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്രിയൻ ചോദിക്കുമ്പോൾ ബാങ്ക് മാനേജർ ചോദിക്കണ്ടല്ല, ഇത് ആരുടെ ആധാരമാണെന്നാ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും പാർവതി പറയുന്നുണ്ട് കേട്ടോ, അത് പ്രിയൻചേട്ടന്റെ കൂട്ടുകാരന്റെ ആധാരമാണ് എന്ന് പറയാണ്. മാനേജർ ഒന്ന് പ്രിയനെ നോക്കാണ്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടിന്റെ ആധാരമല്ലേ മിസ്റ്റർ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണതും പാർവതി ഒന്ന് ഞെട്ടിപ്പോവാട്ടോ. സർ എന്തൊക്കെയാ പറഞ്ഞത്, പ്രിയൻചേട്ടന്റെ ആധാരമല്ല, പ്രിയൻചേട്ടന്റെ കൂട്ടുകാരന്റെ വീടിന്റെ ആധാരമാണ് എന്ന് പാർവതി വീണ്ടും പറയുമ്പോഴേക്കും, അല്ല, അത് നിങ്ങളല്ല, ഇയാൾ പറയട്ടെ, എന്താടോ തന്റെ വീടിന്റെ ആധാരം അല്ലേ ഇത് എന്ന് പ്രിയനോട് വീണ്ടും ബാങ്ക് മാനേജർ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ പാർവതി പറയണ്ട, എന്താ പ്രിയൻ ചേട്ടൻ ഒന്നും മിണ്ടാത്തത്, പറ, കൂട്ടുകാരൻ്റെ എന്ന് പറ എന്ന് പറയുമ്പോഴേക്കും പ്രിയൻ പറയണ്ട, അല്ല പാർവതി, അത് എൻ്റെ വീടിന്റെ ആധാരമാണ്. നിങ്ങളുടെ വീടിന്റെ ആധാരമാണോ നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയണം. ബാങ്ക് മാനേജർ പറയണ്ട, അപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെ കള്ളം പറഞ്ഞ് ബാങ്കിൽ പറ്റിക്കാൻ വേണ്ടി നോക്കിയതാണല്ലേ നിങ്ങളെന്ന് പറയുമ്പോൾ, സാർ അതിങ്ങനെ പറ്റിക്കലാവാ, എൻ്റെ വീടിന്റെ ആധാരം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നു, അത് പറ്റിക്കലൊന്നും അല്ലല്ലോ സാർ, അതിനെ ഇവിടെ നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണെങ്കിൽ മാത്രമേ പണം തരാൻ സാധിക്കുള്ളൂ. നിങ്ങളിപ്പോൾ തെറ്റായ വഴി കൂടിയാണ് ഈ വീടിന്റെ ആധാരം കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസിൽ പിടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ബാങ്കിനെ പറ്റിച്ച് 10 ലക്ഷം രൂപ ആണ് നിങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കിയത് എന്നൊക്കെ മാനേജർ പറയുമ്പോൾ പ്രിയം പറയുന്നുണ്ട്, സാർ ഇതെന്തൊരു അനീതിയാണ്, എൻ്റെ വീടിന്റെ ആധാരം എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി വെക്കാൻ വേണ്ടി വന്നു, അത് ഞാൻ തട്ടിയെടുത്തെന്നൊക്കെ പറഞ്ഞ സർ, അതെങ്ങനെയാ സർ ശരിയാവാ? എടോ, ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളും തനിക്ക് അറിയാത്തോണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെയൊന്നും ആരുടെയെങ്കിലും വീടിന്റെ ആധാരം കൊണ്ടുവന്നാൽ പെട്ടെന്നൊന്നും തരാൻ സാധിക്കില്ല. അത് ആരാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം, അയാൾ വന്ന് സൈൻ ചെയ്ത് അയാളുടെ സംഭവങ്ങളും പിന്നെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ പൈസ കൊടുക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അറിയാതെ സംഭവിച്ചതെന്ന് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടാണ്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ കേസ് ഉണ്ടാവാൻ ഞങ്ങൾ പോലീസിൽ അറിയിക്കുകയാണ് ചെയ്യണത്. ഈ പ്രാവശ്യത്തേക്ക് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ പ്രിയം പറയേണ്ടത്, സർ എങ്ങനെയെങ്കിലൊക്കെ ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് സർ, ഒരു
2 മാസം ഞങ്ങൾ തന്നോളാം സർ, അതുവരെ ബാങ്കിലെ ആധാരം വെച്ചിട്ട് 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പ്രിയൻ കെഞ്ചുവാട്ടോ. ബാങ്ക് മാനേജർ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കും, സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയമാണ് അവിടേക്ക് കൈലാസ് വരുന്നത് കേട്ടോ. കൈലാസ് വരുന്നത് വേറൊന്നിനുമല്ല, കൈലാസിന്റെ ബാങ്ക് അക്കൗണ്ട് അച്ഛൻ ഫ്രീസ് ചെയ്യിപ്പിച്ചല്ലോ. അപ്പൊ അത് ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതെങ്ങനെയാണ് വേറൊരു അക്കൗണ്ടിലേക്ക് എടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈലാസ് വരുന്നത് കേട്ടോ. കൈലാസ് വരുമ്പോൾ കൈലാസ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പ്രിയനെയും പാർവതിനെയും കൂടി അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഹിന്ദിക്കാരൻ പിടിച്ച് പുറത്താക്കുക കേട്ടോ. അത് കാണുമ്പോൾ കൈലാസ് ഇത് പ്രിയനും പാർവതിയും തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതെ അവർ തന്നെയാണ്. അങ്ങനെ അവരെ പുറത്താക്കുമ്പോഴേക്കും പ്രിയനും അതുപോലെ തന്നെ പാർവതിയും കൂടെ അവിടെ നിന്ന് കരഞ്ഞോണ്ട് വിഷമിച്ചുകൊണ്ട് ഇറങ്ങി പോവാട്ടോ. കൈലാസ് വേഗം തന്നെ ബാങ്ക് മാനേജറോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞാ ഇതാര് കൈലാസ് സാറോ? അപ്പോൾ അതെ സർ, അവരെന്തിനാ സർ ഇവ പുറത്താക്കിയത്, അവരെന്തിനു പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, ആ പയ്യന്റെ പേര് പ്രിയൻ എന്നാണ്, അത് അതിന്റെ കൂടെ വർക്ക് ചെയ്യണ പെൺകുട്ടിയാണ്, പാർവതി എന്നാണ് പേര്. അവർക്ക് പെണ്ണിന് എന്തോ 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന്. ഇവനാണെന്നുണ്ടെങ്കിൽ ഏതോ കൂട്ടുകാരന്റെ ആധാരമാണ് 10 ലക്ഷം രൂപ തരണോന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നു. ഞാൻ നോക്കിയപ്പോ അത് അവന്റെ വീടിന്റെ ആധാരം തന്നെയാണ്. അത് നിയമപരമായിട്ട് തെറ്റാണല്ലോ സർ, ശരിക്കും പോലീസിൽ അറിയിക്കേണ്ട കേസാണ്. പിന്നെ അറിയാതെ സംഭവിച്ചു ഞാൻ വിട്ട് കളഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവർ വീണ്ടും വീണ്ടും 10 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരിക്കണു. അപ്പിറക്കി വിട്ടതാണ് എന്ന് പറയാണ്. ഓ അങ്ങനെയാണോ? അല്ല സാർ എന്താ വന്നത്? അല്ല എന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട്, അത് എപ്പോഴാണെന്ന് ഓക്കെ ആവാന്നും, പിന്നെ എനിക്ക് വേറൊരു അക്കൗണ്ട് എടുക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സിംഗിൾ അക്കൗണ്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്, ഇങ്ങനെ ഒരു ബാങ്കിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ബാങ്ക് മാനേജർ ശരി സർ വാ സർ ഇരിക്കുന്നൊക്കെ പറയാണ്. അതിനുശേഷം പ്രിയനും ആകെ വിഷമമാണ്. പ്രിയനോട് പാർവതി പിണങ്ങി പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി അടുത്ത് നുണ പറഞ്ഞിട്ടല്ലേ പ്രിയൻ കൂട്ടിക്കൊണ്ടുപോയത്, അതിന്റെ ഒരു ദേഷ്യവും അതിന്റെ ഒരു പിണക്കവും പാർവതിക്കുണ്ട്. പാർവതി ഉടനെ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ്. പ്രിയനാണെങ്കിൽ മോഹനന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോഹനൻ ചോദിക്കണ്ട എന്താടാ കാര്യങ്ങൾ ശരിയായോ? എവിടെന്ന്? ആകെ പ്രശ്നമായിടാ. അവൾ അറിഞ്ഞു എന്റെ വീടിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആധാരമാണ് ഞാൻ കൊണ്ടുപോയെന്ന്. അത് അവൾ എങ്ങനെ അറിഞ്ഞു? എടാ ബാങ്കിൽ ആകെ പ്രശ്നമായിരുന്നു, അതൊന്നും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ടടാ, പൈസ കിട്ടിയില്ലടാ, അവളുടെ വീട് അവൾക്ക് നഷ്ടപ്പെട്ടു പോവോടാ, അത് പാവത്തിന് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പ്രിയ പറയുമ്പോഴേക്കും മോഹനം പറയുന്നുണ്ട്, എടാ പ്രിയ നീ ഇങ്ങനെ വിഷമിക്കില്ലേ, നീ അവളുടെ നല്ലതിനെ വേണ്ടിയിട്ടല്ലേ ഓരോന്ന് ചെയ്തത്, അത് അവൾക്കും അവളുടെ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവും. പിന്നെ പാർവതിയുടെ വീടിന്റെ ആ സ്ഥലവും വീടും എന്നൊക്കെ പറയണത് അത് അവർക്ക് അവകാശപ്പെട്ടാണെങ്കിൽ അത് ഏതെങ്കിലും വഴിയിൽ തന്നെ പ്രിയ അത് അവരുടെ കൈകളിലേക്ക് എത്തും. ഇനി നീ അതിനെ വേണ്ടി ശ്രമിക്കേണ്ട, അവർക്കത് കിട്ടിക്കോളും. എടാ എന്നാലും അതെങ്ങനെയാടാ കിട്ടുക, അവരെ രക്ഷിക്കാൻ ഇനിയിപ്പോൾ ആര് വരാനാണ്? അതൊന്നും ഇല്ലടാ, അത് കിട്ടുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. എടാ ഇന്നൊരു ദിവസം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ, ഇന്നത് ശരിയായില്ലെന്നാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ആ വീടും സ്ഥലവും എടുക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയണ്ട്. അതേസമയം പാർവതി ആകെ വിഷമിച്ചു പോയിരിക്കുകയാണ്. പെട്ടെന്നാണ് പാർവതിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത്, തൻ്റെ അക്കൗണ്ടിലെ പൈസ ക്രെഡിറ്റ് ആയെന്ന്. പാർവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയെന്നോ? പാർവതി നോക്കുമ്പോഴേക്ക് 10 ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയേക്കുന്നത്. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ ആരുടെ പേരിൽ ഇങ്ങോട്ട് വന്നതാണെന്നോ ഒന്നും പാർവതിക്ക് അറിയില്ല. വേറെ ആരുമല്ല, കാർത്തിക് തന്നെയാണ് ആ 10 ലക്ഷം രൂപ അടച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമുക്ക് ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.